Top headlines. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ ബെയിലിൻ ദാസ് റിമാൻഡിൽ 27 വരെ റിമാൻഡ് ചെയ്ത് വഞ്ചിയൂർ ജില്ലാ സെഷൻസ് കോടതി. ഷാമിലി മർദ്ദിച്ചു എന്ന ബെയിലിൻ കോടതിയിൽ ചെവിയിൽ അടിച്ചു, കേൾവിക്ക് തകരാറുണ്ടെന്ന വാദം. ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി ശോഭനമല്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം. സഖ്യം ദുർബലമാണെന്നും നിലനിൽക്കുമോ എന്ന് സംശയം. ബിജെപി ശക്തമായ പാർട്ടിയെന്നും ചിദംബരം. ഇന്ത്യ പാക് വെടിനിർത്തൽ മെയ് 18 വരെ നീട്ടി. ധാരണ DGMO തല ചർച്ചയിൽ. പാക് തീവ്രവാദത്തെ തുറന്നു കാട്ടാൻ വിവിധ രാജ്യങ്ങളിലേക്ക് MP-മാരുടെ സംഘത്തെ അയക്കാൻ ഇന്ത്യ. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രതിനിധികൾ സംഘത്തിൽ. വെടിനിർത്തലിന് പിന്നാലെ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാകിസ്ഥാൻ. മോദിയുമായി ചർച്ച നടത്താമെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. മലപ്പുറം കാളികാവിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ഗഫൂറിന്റെ കഴുത്തിൽ ആഴത്തിൽ കടുവയുടെ കടിയേറ്റു. മരണകാരണം ആഴത്തിലുള്ള മുറിവും രക്തം വാർന്നതും. കടുവയെ പിടികൂടാനുള്ള ദൗത്യം തുടരുന്നു. കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. KU ജനീഷ് കുമാർ MLA പരിഹസിച്ച് കേരള ഫോറസ്റ്റ് റേഞ്ചേഴ്സ് അസോസിയേഷൻ. ജനീഷ് കുമാർ മുൻകൈയെടുത്ത വനം വകുപ്പ് പിരിച്ചുവിടണം. ആനകളെ മുഴുവൻ ഷോക്കടിപ്പിച്ചു കൊല്ലാൻ അണികൾക്ക് ആഹ്വാനം നൽകണം. MLA മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ആകണമെന്നും പരിഹാസം. തിരുവനന്തപുരം കൈമനത്ത് ആളൊഴിഞ്ഞ വീട്ടിൽ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ. മരിച്ചത് കരുമം സ്വദേശി ഷീജ. ഷീജ താമസിച്ചിരുന്നത് സുഹൃത്ത് സജികുമാറിനൊപ്പം. മൃതദേഹം കണ്ടെത്തിയത് സജിയുടെ വീടിന് സമീപത്തെ പറമ്പിൽ. സംസ്ഥാനത്ത് വീണ്ടും കോളറ മരണം. ആലപ്പുഴ കോളറ ബാധിച്ച് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. മരിച്ചത് തലവടി നീരേറ്റുംപുറം സ്വദേശി രഘു. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി. ടീമിന്റെ ലൈസൻസ് റദ്ദാക്കി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. നടപടി സ്റ്റേഡിയത്തിന്റെ സുരക്ഷ ചൂണ്ടിക്കാട്ടി. സ്വർണം വെള്ളി നിരക്കും.